പ്രിയപ്പെട്ട വികാരിച്ച ബഹുമാനപ്പെട്ട രൂപത വികാരി എന്നാണച്ച വാത്സല്യമുള്ള മറ്റ് വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, കാളികാവ് ഇടവകയുടെ ഔദ്യോഗികമായിട്ടുള്ള വിസിറ്റ നടത്തുന്ന അവസരമാണല്ലോ ഇന്നലെയും ഇന്നും. നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവാനുഗ്രഹം കൂടുതൽ പ്രാപിക്കുവാൻ തക്കവിധം നിങ്ങളെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ഒരുക്കി എന്ന് മനസ്സിലാക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് മണ്ഡലത്തിലും മുറ്റത്തുമെല്ലാം വിശ്വാസികൾ ആയിരിക്കുന്നു എന്നത് ഈ വിസിറ്റയുടെ പ്രാധാന്യം നിങ്ങളെല്ലാവരും നല്ലതുപോലെ മനസ്സിലാക്കി എന്നത് തന്നെയാണ്. ഇന്നലത്തെ പ്രതിനിധി യോഗത്തിലും വീട് സന്ദർശനത്തിലുമൊക്കെ ഈ ഇടവകയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഇടവകയ്ക്ക് നമ്മളുടെ രൂപതയിലുള്ള നിർണായകമായ സ്ഥാനത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ടായി. ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ സന്ദേശം ഒതുക്കുകയാണ്. ഇന്ന് പല കാര്യങ്ങൾ, ഔദ്യോഗിക കാര്യങ്ങൾ നമുക്കിവിടെ തീർക്കാനുണ്ട്. ഉച്ചയ്ക്ക് മുത്തോലപുരത്ത് സംസ്കാര ശുശ്രൂഷയിൽ നമ്മുടെ വലിയ പിതാവിൻ്റെ അനുജത്തി ഇവിടെ സംസ്കാര ശുശ്രൂഷയാണ്. അതിൽ ഞങ്ങൾക്കും പോയി പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാളികാവിലെ ഇടവക പലാരൂപതയുടെ പ്രധാനപ്പെട്ട ഒരു ഇടവക. ഇവിടുത്തെ വൈദികരുടെ എണ്ണം, സമർപ്പിതരുടെ എണ്ണം 400ഓളം കുടുംബക്കാർ, 25 BCMS സഹോദര കുടുംബങ്ങൾ, മിഷണറി സ്വഭാവം പുലർത്തുന്ന സമർപ്പിത സമൂഹം, ഇതെല്ലാം എടുത്ത് പറയത്തക്ക കാര്യമാണ്. നല്ല വലിപ്പമുള്ള ഒരിടവകയുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പള്ളിയാണ്. പലാരൂപതയ്ക്ക് 2 പ്രഗത്ഭരായ ജനറാളച്ചന്മാരെ പ്രദാനം ചെയ്ത ഇടവകയാണ് കാളികാവ്. ഭാഗ്യസ്മരണാർഹനായ വയലിൽ പിതാവിൻ്റെ കൂട്ടത്തിൽ മെച്ചേരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മാണിച്ചൻ ഇമ്മാനുവേലച്ചൻ രൂപതയുടെ വികാരി ജനറലായിരുന്നു. മാണിച്ചനെ കുറിച്ച് എ നോബിൾ മാൻ, കുലീനത്വമുള്ള ഒരച്ഛൻ എന്ന് കൊച്ചുനാള് മുതൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. രൂപതയുടെ ജനറാളച്ഛൻ ഒരു നോബിൾ ആളാണ്, കുലീനത്വമുള്ള ഒരാളാണ്. ആരോ വലിയച്ഛന്മാരൊക്കെ പറഞ്ഞ്, സ്കൂളുകളിലെ അധ്യാപകരൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണത്. അച്ഛൻ്റെ കുടുംബ പൈതൃകവും ദൈവജനത്തോട്, പ്രത്യേകിച്ച് രൂപതാധ്യക്ഷനോടും സഹവൈദികരോടുമൊക്കെ ഇടപെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ സിറ്റിയുമെല്ലാം പരിഗണിച്ചാണ് അങ്ങനെ മറ്റുള്ളവരെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ രൂപത വികാരി ജനറാള് എല്ലാ പള്ളികളുടെയും എല്ലാ വൈദികരുടെയും ചുമതലയുള്ള ജനറാളച്ഛനും ഈ ഇടവകക്കാരനായ കൊല്ലിത്താനത്ത് മലയിൽ മോൺസിഞ്ഞോർ അബ്രാഹമാണ്. അദ്ദേഹവും ഈ പരിശുദ്ധ കുർബാനയിലും ഇന്നലത്തെ കർമ്മങ്ങളിലുമെല്ലാം വിസിറ്റയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. ജനറാളച്ഛൻ എന്ന നിലയ്ക്ക് എല്ലാ പള്ളികളുടെയും വിസിറ്റയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിലും. അത് വളരെ പ്രസക്തമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹം കുറവലങ്ങാട് പള്ളിയുടെ വികാരി കൂടിയായിരുന്നയാളാണ്. മറ്റ് പല പള്ളികളിലും വികാരിത്വം വഹിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ശുശ്രൂഷ നന്നായിട്ട് ദൈവജനത്തിന് പ്രീതികരമായ രീതിയിൽ നടത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മുട്ടയറ വലിയൊരു ഇടവകയാണ്. നമ്മളവിടുത്തെ
ബഹുമാനപ്പെട്ട വികാരിച്ചനടുത്തും പറമ്പിലച്ചന്, അൽഫോൻസ ഷ്രൈനിൽ ശുശ്രൂഷ ചെയ്യുന്ന കിഴക്കേ കൊല്ലിത്താനത്തച്ഛന് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പുളിക്കപ്പറമ്പിൽ അച്ഛന്, അങ്ങനെ മിഷണറിമാരും അല്ലാത്തവരുമായിട്ടുള്ള വൈദികര് ധാരാളം പേര് നമ്മളുടെ ഇടവയിൽ നിന്നുണ്ട് എന്നത് നന്ദിയോടെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ന് നമ്മൾ ആരാധനക്രമ മത്സരത്തിൽ പള്ളി കൂദാശ കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. ആരാധനാക്രമ മത്സരത്തിലെ അവസാനത്തെ കാലമാണത്. 4 ആഴ്ചകൾ മാത്രമുള്ള ചെറിയൊരു കാലം. പള്ളി ഉദാശ ചെയ്യപ്പെടുന്നതിൻ്റെ ഓർമ്മ, എല്ലാ ദേവാലയങ്ങളെയും കുറിച്ച് ഓർക്കുവാനുള്ള ദിനങ്ങൾ. അവസാനമായിട്ട് സ്വർഗത്തില് ഈശോയുടെ സിംഹാസനത്തില് നാം എല്ലാവരും എത്തിച്ചേരുന്ന ആ സ്വർഗീയ സഭയെക്കുറിച്ചുള്ള ഓർമ്മയാണ് വാസ്തവത്തിൽ പള്ളി കുദാശ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ഇവിടെ ഭൂമിയിലായിരിക്കുന്ന സഭയേക്കാൾ സ്വർഗീയ മണവറയിൽ കർത്താവിനോടൊത്ത് നമ്മൾ എത്തിച്ചേരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെയുള്ള വലിയ ചിന്തകളും പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഉള്ളത്. അത് നമ്മുടെ പ്രാർത്ഥനകൾ വഴി നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാകുന്ന കാര്യവുമാണ്. ഇന്നത്തെ സുവിശേഷം വളരെയധികം പ്രാവശ്യം നമ്മൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള സുപരിചിതമായ ഒരു കാര്യമാണ്. ഈശോ കേസറിയ ഫിലിപ്പി, ഒത്തിരി പാറക്കെട്ടുകളുള്ള ഒരു സ്ഥലമാണ്. എവിടെ നോക്കിയാലും കല്ല്, പാറ, മണ്ണ് വളരെ കുറവ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തുകൂടെ ശിഷ്യന്മാരുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം, പുതിയ നിയമം മുഴുവനും തന്നെ ചോദ്യങ്ങളാണ്. ഈശോ ചോദിക്കുന്നത്, ശിഷ്യന്മാർ ചോദിക്കുന്നത്, അവരോട് മറ്റുള്ള പൊതുജനം ചോദിക്കുന്നത് 200-ലധികം ചോദ്യങ്ങൾ കൊണ്ട് മെനയപ്പെട്ട 4 ചെറിയ പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ. വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇന്ന് ഈശോ ചോദിച്ച ചോദ്യമാണ്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നത്? 2 തലത്തിലുള്ള ചോദ്യമാണ്. ഒന്ന്, ഈശോയ്ക്ക് അറിയണമായിരുന്നു ജനങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ. ചിലപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബുദ്ധിപരമായ തലത്തിൽ മാത്രം നിന്ന് ആളുകളുടെ ഹൃദയത്തെ സ്വാധീനിക്കാണ്ട് മനസ്സിലൊന്നും സ്പർശിക്കാതെയൊക്കെ പോകും. അങ്ങനത്തെ പ്രസംഗങ്ങളും എഴുത്തുകളും പ്രഭാഷണങ്ങളും എല്ലാം ഏറെയുണ്ട്. അപ്പോൾ ഈശോ ചോദിച്ചു, ജനങ്ങള് എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയാൽ നല്ലതാണ്. ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങൾ ജനങ്ങളോട് ബന്ധപ്പെട്ട് കഴിയുന്നവരാണല്ലോ. അജപാലനപരമായ ഒരു ചോദ്യമാണത്. നമ്മൾ എല്ലാ മെത്രാന്മാരും എല്ലാ വൈദികരും എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് സ്വീകാര്യമാണോ? നിങ്ങൾക്കുള്ള അതിനെക്കുറിച്ചുള്ള മതിപ്പ് എന്താണ്? ഏറ്റവും നല്ലൊരു ചോദ്യമാണത്. ആ അജപാലന പ്രാധാന്യമുള്ള ചോദ്യം ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് വാസ്തവത്തിൽ എറിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു പ്രതികരണം, അന്ന് ജനങ്ങളുടെ ഇടയിൽ സമ്മതിയുള്ള 3 പ്രധാനപ്പെട്ട ആളുകളുടെ പേരാണ്. യോഹന്നാൻ മാംദാന ഏവർക്കും ഇഷ്ടപ്പെട്ട വലിയൊരു ധാർമ്മികനായിരുന്നു. എലിയ പ്രവാചകൻ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വ്യക്തിയാണ്. ജെറമിയ പ്രവാചകൻ അനീതിക്ക് എതിരായിട്ട് ശബ്ദമുയർത്തിയവനാണ്. അങ്ങനെ 3 ഇംപ്രഷൻസ് ആണ് ഈ ശിഷ്യന്മാര് ജനങ്ങളുടെ അഭിപ്രായമായിട്ട് ഈശോയെ പറ്റി പറഞ്ഞത്. വളരെ നല്ല അഭിപ്രായങ്ങളാണ്. പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ 3 വ്യക്തികള് യോഹന്നാൻ മാംദാനായും ഏലിയായും ജെറമിയായും, അവരൊക്കെയാണ് നീ എന്ന് ജനങ്ങൾ പറയുന്നു. ജനങ്ങളെ സ്വാധീനിച്ച 3 പ്രധാനപ്പെട്ട വ്യക്തികൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ വന്ന വികാരിമാര് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള 3 പേരുടെ പേരുകൾ 1, 2, 3 എന്ന ക്രമത്തിൽ പറയുന്നത് പോലെ തന്നെയാണ്. ജനങ്ങളുടെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഈശോ ഒന്നുകൂടെ
വ്യക്തതയ്ക്ക് വേണ്ടി ശിഷ്യന്മാരോട് 12 പേരോടുമായിട്ട് ചോദിക്കുകയാണല്ലോ, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെ ഞാൻ വിളിച്ച് കൂട്ടത്തിൽ കൊണ്ടു നടന്ന് പഠിപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് നിങ്ങളെ ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ ആരാണെന്നാണ്? അപ്പോഴാണ് ആ ശിഷ്യ സമൂഹത്തിന് വേണ്ടി പത്രോസ് വലിയ ഒരു മറുപടി കൊടുത്തത്. പത്രോസിനെ ഈശോ പേരും വീട്ടുപേരും സ്ഥാനപ്പേരും എല്ലാം വിളിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. യോനായുടെ പുത്രനായ സീമോനെ. അത്രയും വലിയ ഫോർമാലിറ്റി അവിടെ കാണിക്കേണ്ട കാര്യമില്ല, വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ. യോനായുടെ പുത്രനായ സീമോനെ, അത് നല്ല ക്ലാരിറ്റിയോടുകൂടി കർത്താവ് ചോദിക്കുകയാണ്. യോനായുടെ പുത്രനായ സീമോനെ, നിനക്ക് എന്തു തോന്നുന്നു? അതിനോട് സാദൃശ്യമുള്ള ഒരു മറുപടിയുമാണ് പത്രോസ് കൊടുക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായി. അത് രണ്ടും ദൈവശാസ്ത്രപരമായിട്ട് ഒരേ തലത്തിൽ നിൽക്കുന്നതാണ്. നീ യോനായുടെ പുത്രനാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അതാണ് അത് അവിടെ കിടക്കുന്ന സന്ദേശം. യോനായുടെ പുത്ര എന്ന് കർത്താവ് അവനെ വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്ര എന്ന് പത്രോസ് കർത്താവിനെ വിളിക്കുകയാണ്. കർത്താവിന് ആ വലിയ രഹസ്യം ഇഷ്ടപ്പെട്ടു. അവിടെ ഈശോ പറയുന്ന കാര്യം സാമർഥ്യം കൊണ്ട്, മിടുക്ക് കൊണ്ട്, പഠിപ്പ് കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. ദൈവമാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നീ ഭാഗ്യവാനാണ്. നീ ഭാഗ്യവാനായതിൻ്റെ കാരണം ദൈവം നിനക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി തന്നു. യു ആർ ബ്ലെസ്ഡ്. നമ്മൾ ഇന്ന് എത്രയോ പഠിച്ച് ഒരുങ്ങി ശാസ്ത്രീയമായ രീതിയിലാണ് ഒരാളെ ബ്ലെസ്ഡ് എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ അടിത്തറ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ദൈവം ഇടപെട്ട് അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നീ. പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. നിന്റെ രക്തമല്ല, നിന്റെ മാംസമല്ല, നിന്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ കഴിവുകളല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തന്ന രഹസ്യമാണ്. ആ രഹസ്യമാണ് പാറ, കേപ്പ, പീറ്റർ. ഈ പാറമേലാണ് ഞാൻ എൻ്റെ പള്ളിയെ പണിയുന്നത്. പത്രോസ് പ്രഖ്യാപിച്ച ആ സത്യവിശ്വാസത്തിന്മേലാണ്, ദൈവം അനുഗ്രഹിച്ച് വാഴ്ത്തിക്കൊടുത്ത ആ വെളിപ്പെടുത്തിന്മേലാണ്. വെറുതെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞതല്ല. ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന ആ സത്യസഭയുടെ ആ പ്രഘോഷണം പിതാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അത് പാറയായി. ഈ പാറമേൽ പള്ളി പണിയണം. അങ്ങനെ കർത്താവ് മറ്റൊരവസരത്തിലും നമ്മളോട് പറയുന്നുണ്ട്. മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റൂതി, ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ വീട് വീണില്ല. കാരണം പാറമേൽ സ്ഥാപിതമായിരുന്നു ആ വീട്. ആ വീടാണ് സഭ. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹപരമായ ജീവിതത്തിലും എന്തുമാത്രം പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഭ ഒരിക്കലും ഇല്ലാതാകുന്നില്ല, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. കെസ്രിയ ഫിലിപ്പി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മുടെ പാലാരൂപതയെക്കുറിച്ച് പറയുമ്പോൾ കുറവലങ്ങാട്, കാളികാവ്, വെമ്പള്ളി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ദൈവം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ പ്രദേശത്തു നിന്നുള്ള മണ്ണെടുത്താണ് എന്നാണ് യഹൂദ പാരമ്പര്യം. അബ്രാഹം ഇസഹാക്കിനെ ബലി കഴിച്ചത് അവിടെയാണ് എന്നാണ് യഹൂദ പാരമ്പര്യം. ജെറൂസലം ദേവാലയം പണിയാനായിട്ട് നാത്താൻ പ്രവാചകൻ കൈവിരൽ ചൂണ്ടിക്കാണിച്ച സ്ഥലം, അവര് ജെറൂസലം ദേവാലയം പണിത സ്ഥലം അതാണ്.
ആ ദേവാലയം തകർക്കപ്പെട്ടു. അത് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ അത് തകർക്കപ്പെടേണ്ടതായിരുന്നു എന്ന് ഈ തിരുവചന ഭാഗത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ജെറൂസലേം പള്ളി തകർക്കപ്പെട്ടു AD 68. പിന്നീട് ഒരിക്കലും ആ ദേവാലയം അവിടെ പണിതിട്ടില്ല. ജെറൂസലേം ദേവാലയം എന്ന ആ യാഥാർത്ഥ്യം ഇപ്പോൾ ഇല്ല. അതിൻ്റെ കാരണം അതിൻ്റെ സ്ഥാനത്താണ് ഈശോ വന്നതും കർത്താവിൻ്റെ പള്ളികൾ ലോകം മുഴുവനും പണിതതും. അതാണ് കർത്താവ് അവിടെ നിന്ന് പറഞ്ഞത്, ഈ പാറമേൽ, ഈ സത്യവിശ്വാസത്തിന്മേൽ എൻ്റെ പള്ളി ഞാൻ പണിയും, തിരുസഭയെ ഞാൻ സ്ഥാപിക്കും. ഇതാണ് പാറ, ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായിലുള്ള വിശ്വാസം. അതുകൊണ്ട് മറ്റെല്ലാം തകർക്കപ്പെടേണ്ടത് ആവശ്യം കൂടിയാണ്. അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള വലിയ പ്രാധാന്യമുള്ള കാര്യം കൂടിയാണ് ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നീട് നമ്മൾ ആ തിരുവചനം വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. അവിടെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സഭയെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. നിന്റെ കയ്യിൽ സ്വർഗം തുറക്കാനുള്ള താക്കോലുകൂടെ ഞാൻ തരികയാണ്. എത്രയോ വലിയൊരു കാര്യമാണ്. ബലഹീനനായ ശീമോന്റെ കയ്യിൽ, യോനായുടെ പുത്രനായ ശീമോന്റെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇതാ ഞാൻ തരുന്നു. നീ പറഞ്ഞാൽ ഇരുപ്പതാണ്. നീ ഒരാളുടെ പാപം മോചിച്ചാൽ മോചിക്കപ്പെട്ടു. നീ ആരുടെയെങ്കിലും മോചിച്ചില്ലെങ്കിൽ അത് മോചിക്കപ്പെടാണ്ട് നിൽക്കും. ദൈവത്തിന്റെ പക്കൽ അങ്ങനെ ആയിരിക്കും. നിന്റെ കയ്യിലാണ് താക്കോല്. ഈ താക്കോല് പൂട്ടുന്നതിനും തുറക്കുന്നതിനും വേണ്ടിയാണ്, അഴിക്കുന്നതിനും കെട്ടുന്നതിനും വേണ്ടിയാണ്. നീ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് സ്ഥാപിക്കപ്പെടുന്നത്. നമ്മുടെ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നാരകീയ ശക്തികൾ ഈ സഭയ്ക്ക് എതിരായിട്ട് നിൽക്കുകയില്ല. ഒരുപക്ഷെ വന്നേക്കും, യുദ്ധം ചെയ്തേക്കും, പക്ഷെ വീണുപോകും. നാരകീയ ശക്തികൾ നിൽക്കുകയില്ല. ഏത് തിന്മ ഏതു മനുഷ്യൻ ചെയ്താലും കുമ്പസാരത്തിലൂടെ ആ ശക്തിയെ തകർക്കുകയാണ്. പത്രോസ് അഴിക്കുകയാണ്, ഓരോ വൈദികനും അഴിക്കുകയാണ്. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർന്നു, അഴിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു ശക്തിയും നമ്മളെ തകർക്കാൻ പിന്നെ അവിടെ വരികയില്ല. അതാണ് ഈ സുന്ദരമായ ദിവസത്തിൽ കർത്താവ് പത്രോസിന് സഹപ്രവർത്തകർക്ക് എല്ലാം കൊടുത്ത വലിയ അത്യന്തികമായ യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. സത്യവിശ്വാസമാകുന്ന പാറമേലാണ് നമ്മളും ഇരിക്കുന്നത്. ഈശോയാകുന്ന അടിത്തറയിന്മേൽ പണിയപ്പെട്ട വീടാണ് നമ്മളും. നമ്മളുടെ ഈ വീട്ടിലും കുമ്പസാരക്കൂട് എപ്പോഴുമുണ്ട്. നാരകീയ ശക്തികൾ ഞാനാകുന്ന വീട് അടിച്ച് തകർത്ത് കളയാതിരിക്കാൻ വേണ്ടിയാണ്. ആ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാനയിലും കുർബാനയിലെ പാപമോചന പ്രാർത്ഥനകളിലും എല്ലാം നടക്കുന്നത്. പള്ളി കുദാശിയുടെ ആദ്യ ദിവസം, ആദ്യ ഞായറാഴ്ച, ഈ അടിസ്ഥാനപരമായ സുവിശേഷ സന്ദേശം ഈശോ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മളതിനെ തിരിച്ചറിയണം. അജപാലനപരമായ കാര്യവും ആത്മീയ കാര്യവും കുടുംബപരമായ കാര്യവുമെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുകയും നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ട തിരുവചനമാണിത്. തകർക്കപ്പെട്ട ഒരു പാറയും ഞാൻ പറഞ്ഞല്ലോ അവിടെയുണ്ട്, ജെറൂസലേം ദേവാലയം. തകർക്കപ്പെടാത്ത പാറയായിട്ട് ഇന്നും നിലനിൽക്കുന്നത് ഈശോയാണ്. അതിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് പത്രോസ് വഴിയാണ്. പത്രോസിൽ തന്നെ തകർക്കപ്പെട്ട പാറയും തകർന്നു പോകാത്ത പാറയുമുണ്ട്. ഞാൻ ഒരു നിമിഷം കൂടെ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കയ്യഫാസിന്റെ വീട്ടിൽ വെച്ച് പത്രോസ് ഈശോയെ നിഷേധിക്കുകയും സ്ത്രീകളോടൊത്ത് വർത്തമാനം പറഞ്ഞ് പീഡാസനത്തിൽ പങ്കുപറ്റാതെ മാറി നിൽക്കുകയും അതിൻ്റെ ഗൗരവം
മനസ്സിലാക്കാതിരിക്കുകയും സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും എല്ലാം ചെയ്തപ്പോൾ കയ്യഫാസിന്റെ കെട്ടിടത്തിന്റെ അങ്കണത്തിലുള്ള ആ ഞെരിപ്പോട്, ആ തീക്കൂട്ടം, അത് പത്രോസിനെ തകർത്ത് കളഞ്ഞു. പാറ പൊടിയായിട്ട് മണ്ണായിട്ട് മാറിയ ഒരവസരമാണ് നമ്മളിവിടെ കാണുന്നത്. യോനായുടെ പുത്രനായ ശീമോനാണത്. ബലഹീനനായ ഒരു കാരണവരുടെ മകനായ ശീമോൻ, യോനായുടെ പുത്രനായ ശീമോൻ പലയിടത്തും തകർന്നു പോകുന്നുണ്ട്, ബലഹീനനാകുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട് ദൈവത്തെ. അവൻ്റെ സ്വകാര്യ താല്പര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവൻ കണ്ട അഗ്നി അവൻ്റെ ഭൗതിക സന്തോഷത്തിൻ്റെ അഗ്നിയാണ്. എന്നാൽ പത്രോസ് വേറൊരു അഗ്നി കൂടെ മറ്റൊരവസരത്തിൽ കാണുന്നുണ്ട്. ഉത്ഥാനത്തിന് ശേഷം ഈശോ കടൽക്കരയിൽ അഗ്നി കൂട്ടി മീൻ ചുട്ട് ശിഷ്യന്മാരെ വിളിച്ച് പ്രാതല് വിളമ്പുകയാണ്. ആ അഗ്നിയിലാണ് ശരിക്കും ഈ യോനായുടെ പുത്രൻ പാറയായിട്ട് മാറുന്നത്. പത്രോസിന് ബോധ്യമായി. പത്രോസ് പണ്ട് പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ മകനാണ് ഈ ഉത്ഥിതനായ ഈശോ എന്ന് മനസ്സിലായി. ഈ രണ്ട് ഞെരിപ്പോടുകൾ തമ്മിലുള്ള സ്പേസ്, കയ്യഫാസിന്റെ മുറ്റത്തുള്ള വെറും ബലഹീനനായി പോകുന്ന ഒരു ഞെരിപ്പോടിന്റെ മുമ്പിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറി നിൽക്കുന്ന യോനായുടെ പുത്രനായ ശീമോൻ, നല്ലൊരു ചേട്ടന്റെ ഒരു മകൻ, ഉത്ഥിതനായ ഈശോ ആകുന്ന ആ അഗ്നി അത് കണ്ടപ്പോൾ കടലിലേക്ക് എടുത്തു ചാടി ആ ഉത്ഥാനമാകുന്ന രഹസ്യത്തിൽ സ്വയം കൂട്ടിച്ചേർത്ത് ആ അഗ്നിയോട് ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥ പാറ അതാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെയും ആന്തരമായിട്ടുള്ള സന്ദേശം അതാണ്. ആ പാറമേലാണ്, ആ അഗ്നികുണ്ഡത്തിന്മേലാണ് സഭ പണിയപ്പെടുന്നത്. ബലഹീനനായ ശീമോനിലല്ല, യോനായുടെ പുത്രനായ ആ ബലഹീനനായ മനുഷ്യനിലല്ല, കയ്യഫാസിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള അഗ്നികുണ്ഡത്തിന്റെ അടുത്ത്, ഞെരിപ്പോടിന്റെ അടുത്ത് കർത്താവിനെ നിഷേധിക്കുന്ന ആ മനുഷ്യന്റെ മേൽ അല്ല. നമ്മളിലും ഈ രണ്ട് അംശങ്ങളും കാണും. യോനായുടെ പുത്രൻ, നമ്മളും ഇന്നിടത്ത് ഇന്നാരുടെ മകളാണ്. പക്ഷേ ഞാനൊരു അമ്മയാണ്, ഞാനൊരു അപ്പനാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു വൈദികനാണ്, ഞാനൊരു മേലധ്യക്ഷനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, നമ്മൾ ആ ഈടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പാറമേൽ പണിയപ്പെടുകയാണ്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നമ്മളുടെ എല്ലാം വ്യക്തിത്വത്തിലുണ്ട്. അതിനെ മറികടക്കുവാനുള്ള ഒരവസരമായിട്ട് കൂടെ ഈ തിരുവചന ഭാഗം എല്ലാവരും എടുക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ വിശിഷ്ട നിങ്ങളോടൊത്ത് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രസക്തമായ കാര്യം. നിങ്ങൾ നല്ലൊരു ആരാധനാ സമൂഹമാണ്. നന്നായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യാരീക്ഷൻ നല്ലപോലെ നിങ്ങളെ ഒരുക്കി. അച്ഛൻ നല്ല വൈദിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന സമർത്ഥനായ ഒരു വികാരിയാണ്. അച്ഛനിരുന്ന പള്ളികളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ, ദേവാലയ നിർമ്മാണം, പള്ളിമുറി പണിയിക്കൽ, ഇതുപോലുള്ള ഒരുപിടി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷയ്ക്ക് ഉള്ളിൽ നടത്തി പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. ഇവിടെയും ഈ ദേവാലയം നല്ലതുപോലെ മനോഹരമാക്കി, പള്ളിമുറി അതിവിശിഷ്ടമാക്കി, പള്ളിമുറ്റത്ത് നല്ല കൊടിമരവും പള്ളി അങ്കണവും സിമിത്തേരിയിലെ മറ്റ് കപ്പേളയും എല്ലാം ഈ ഇടവകയുടെ മഹത്വത്തിന് ചേർന്ന പാരമ്പര്യത്തിന് യോജിച്ച വിധത്തിൽ മെനഞ്ഞെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് നിങ്ങളും ആ ഒരു സൗഹൃദത്തിൻ്റെയും സമഭാവനയുടെയും ഒക്കെ മനസ്സ് കാണിച്ചതുകൊണ്ടാണ്. കാളികാവ് നല്ലതുപോലെ വളർന്നു. എല്ലാ അർത്ഥത്തിലും എൻ്റെ സന്തോഷത്തിൻ്റെ കാരണവും അതാണ്. എല്ലാവർക്കും സന്തോഷമാണ്. നല്ല പള്ളി കമ്മിറ്റി നമുക്കുണ്ട്.
നല്ലതുപോലെ പങ്കുവയ്ക്കാൻ, വർത്തമാനം പറയാൻ അറിയാവുന്ന ആളുകളാണ് എല്ലാവരും. വീട്ടിൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്. രോഗാവസ്ഥയിൽ പോലും വലിയ തൃപ്തിയുള്ള മനസ്സോടുകൂടി, കണ്ണുകളോടുകൂടി നമ്മളെ കാണുകയും നോക്കുകയും വർത്തമാനം പറയുകയും എല്ലാം ചെയ്യുന്നു. അതൊക്കെ അച്ഛൻ രോഗികളെ തുടർച്ചയായിട്ട് സന്ദർശിക്കുകയും പരിശുദ്ധ കുർബാന കൊടുക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ജപാലനപരമായ നല്ല മികവുറ്റ ഒരു നേതൃത്വം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ രൂപതാ കേന്ദ്രത്തിന് വ്യക്തിപരമായിട്ട് എനിക്ക് അച്ഛനെ വളരെ അടുത്തറിയാം. അച്ഛൻ്റെ സ്വന്തക്കാരനായിരുന്നല്ലോ. 20 വർഷങ്ങൾ നമ്മുടെ രൂപതയുടെ കർണാടകനായിരുന്ന ബഹുമാനപ്പെട്ട മറ്റത്തിലച്ഛന് ആ കുടുംബത്തിൻ്റെ സാമർഥ്യവും വിശ്വാസദാർഢ്യവും എല്ലാം പങ്കുപറ്റുന്ന ഒരു വ്യക്തിയാണ് അച്ഛന്. അച്ഛൻ്റെ കൈക്കാരന്മാർ, സഹപ്രവർത്തകർ എല്ലാം ഇവിടെയുണ്ട്, ഇന്നലെയും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സമർപ്പിത മിഷണറി സഹോദരിമാർ ഈ ദേവാലയത്തോടും ഓരോ കർമ്മങ്ങളോടും വളരെയേറെ ഇടപെട്ട് കഴിയുന്നവരാണ്. വളരെ നല്ല വിശ്വാസ പരിശീലന പദ്ധതി നമുക്കുണ്ട്. അതുപോലെ മറ്റ് ഭക്ത സംഘടനകളുമെല്ലാം നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ ഭാഗ്യങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയാം. വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ അൽഫോൻസാമയോടും നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ്